സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ ഞെട്ടിക്കുന്ന കൊലപാതക രീതികൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. കൊലപാതകങ്ങളെല്ലാം നടന്നത് പള്ളിപ്പുറത്തെ വീട്ടിനുള്ളിൽ തലക്കടിച്ചു കൊന്ന ശേഷം മൃതദേഹങ്ങൾ ചെറു കഷ്ണമാക്കി മുറിക്കും. വിവിധയിടങ്ങളിൽ കുഴികൾ എടുത്ത് മറവ് ചെയ്യും. 2 മാസത്തിനു ശേഷം കുഴികൾ തുറന്ന് അഴുകിയ മൃതദേഹങ്ങളുടെ എല്ലുകൾ പുറത്തെടുക്കും. അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കും. എല്ലാം കുഴിച്ചിട്ടത് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ. 1 ഏക്കറോളം വരുന്നതാണ് അവിടെ ആ പുരയിടം. (2004) മുതൽ വീട് ഉപയോഗിക്കുന്നത് സെബാസ്റ്റ്യൻ മാത്രമെന്ന് സഹോദരൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കൊലപാതകങ്ങൾ നടത്തിയതിൽ പ്രതിക്ക് ഒരു മനസ്താപവുമില്ലെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, പള്ളിപ്പുറത്തെ ആ വീട് അത് ദുരൂഹതകൾ നിറഞ്ഞതാണെന്ന് നമ്മൾ തുടക്കം മുതലേ ഉറപ്പിച്ചതാണ്. അവിടെ ഒരുപാട് ദുരൂഹതകൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഏറെ ഞെട്ടിക്കുന്ന വിവരമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഈ പോലീസിനൊപ്പം അന്വേഷണ സംഘത്തിന് മുൻപിൽ തന്നെ ശരണ്യയും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പോഴത്തെ ഈ കൊലപാതകങ്ങളുടെ എല്ലാം ചുരുളഴിയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് ബിന്ദു പത്മനാഭൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാനത്തിൽ ആ രീതിയിലുള്ള നിർണായകമായ ഒരു കടമ്പയിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ബിന്ദു പത്മനാഭനെ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് എന്ന് എങ്ങനെയെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ അനൌദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നമ്മളോട് വ്യക്തമാക്കിയത് ഈ സ്ത്രീകളെല്ലാം തന്നെ, അതായത് കാണാതായ സ്ത്രീകളുടെ എല്ലാം കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിനുള്ളിലാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 1 ഏക്കറോളം വരുന്ന ദുരൂഹത നിറഞ്ഞ ആ പുരയിടത്തിനകത്താണ് ഈ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് തന്നെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ സ്ത്രീകളുടെ ശരീരങ്ങൾ പിന്നീട് ഇയാൾ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി കുഴിച്ചിടുകയാണ് ചെയ്യുക. കുഴിച്ചിട്ടതിന് ശേഷം ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇത് വീണ്ടും ഇയാൾ തിരിച്ച് പുറത്തേക്കെടുത്ത് ശരീരം അഴുകിപ്പോയതിനു ശേഷമുള്ള എല്ലുകൾ ഇയാൾ എടുത്ത് കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെബാസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. ജൈനമ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന ഘട്ടത്തിൽ ഇയാൾ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതെടുത്തിട്ടാണ് ഇപ്പോൾ കൂട്ടത്തോടെ കത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ അത് കൂടുതൽ സ്ത്രീകളുടേതാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ DNA പരിശോധനയിൽ പോലും കിട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും അയാൾ വളരെ ബുദ്ധിപൂർവ്വം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പിന്നീട് എല്ലുകൾ കത്തിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയത് എന്നുള്ളതാണ്. വളരെ വളരെ ക്രൂരനായ ഒരു കൊലപാതകി എന്നാണ് അന്വേഷണ സംഘം ഈ സെബാസ്റ്റ്യനെ കുറിച്ച് പറയുന്നത്. കാരണം അയാൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അയാൾക്ക് ഒരു കുറ്റബോധവും എവിടെയും ഇല്ല എന്നുള്ളതാണ്. അയാളുടെ ഇന്നലെ ഹിപ്നോട്ടിസ് ചെയ്ത് തന്നെ അയാളിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സൈക്കോളജിസ്റ്റുകളുടെ സഹായമൊക്കെ തേടി. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ പോലും കണ്ണടച്ചിരിക്കാൻ പറയുമ്പോൾ ഇയാൾ വിരലുകൾ കൊണ്ട് തുടയിൽ തട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് വിട്ടു പോകാതിരിക്കാനും അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ അയാൾ ഉറച്ചു നിൽക്കാനും വേണ്ടി അയാളുടെ മനസ്സങ്ങനെ ആ രീതിയിൽ പാകപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതീവ ബുദ്ധിമാനായ ക്രിമിനൽ എന്നാണ് സെബാസ്റ്റ്യനെ വിശേഷിപ്പിക്കുന്നത്. വളരെയധികം മാനസിക നിലയിൽ വളരെയധികം ക്രൂരത നിറഞ്ഞ ഒരാൾ എന്നുള്ളതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്യുമ്പോഴും അയാൾക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല. അയാൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അയാൾക്ക് ഒരു കുറ്റബോധവുമില്ല. അയാൾ അടുത്ത നിമിഷം അത് മറക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അയാൾ ഇങ്ങനെ മറ്റു കാര്യങ്ങളിൽ അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പാസ്റ്റിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ചെയ്ത കാര്യങ്ങളിൽ ഒരു കുറ്റബോധവും അയാൾക്കില്ല. പ്രസന്റിൽ അയാൾ അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞത്. എന്തായാലും വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വം എന്നുള്ളതാണ്. ഇന്ന് കൊണ്ടുവന്നപ്പോഴും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ അയാൾ വളരെ കൂളായി നടന്ന് പോകുന്നു. അന്വേഷണ സംഘം ഇപ്പോൾ വീടിന്റെ പിൻഭാഗത്തൊക്കെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. വളരെ കൃത്യമായി ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയാള് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് വരാൻ കഴിയുന്നുണ്ട്. എന്തായാലും ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാൾക്ക് പിടി വീഴും എന്നത് തന്നെയാണ് നമ്മളിപ്പോ നേരത്തെ നമ്മളോട് പ്രതികരിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിലുള്ള CI ബിജു അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.